കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഇമോഷണലി സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകൾക്ക് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ആൻഡ് ഇമോഷണലി ഒരുപാട് ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. നമ്മളൊരു പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മുടെ ഇൻലോസുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ലൈഫിലും അതുപോലെ ഇൻലോസിന്റെ ഇടയിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു 6 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഇമോഷണലി വരുന്ന നമ്മളിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് ചേഞ്ചസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള മടി, എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ഇറിറ്റേഷൻ എല്ലാം പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രഗ്നന്റ് ആകുക എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു റോളർ കോസ്റ്റർ റൈഡിലോട്ട് പോകുന്ന പോലെയാണ് നമ്മുടെ ഇമോഷൻസ് എല്ലാം വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് നമ്മുടെ ഇമോഷൻസിൽ പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകും. ഏറ്റവും നല്ലൊരു ലിസണർ ആകുക എന്നുള്ളതാണ് ഏതൊരു ലൈഫിന്റെയും അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്തോ നമ്മൾ ഹോർമോൺസിന്റെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുക. മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിൽ കേൾക്കാനായിട്ട് താല്പര്യം ഇല്ലാതായിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞതനുസരിക്കാൻ നമുക്കൊട്ട് ഇഷ്ടമില്ലാതായിട്ട് വരിക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് ആൻസൈറ്റിയും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഉണ്ടാവുന്നതാണ് സ്ട്രെസ്സും. ആൻസൈറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ പലരും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ ഇത് സക്സസ് ആകുമോ, ഇത് സക്സസ് ആവില്ലേ എന്നൊക്കെ ചിന്തിക്കാറില്ലേ. ചിലവരൊക്കെ എന്ന് പറയുന്നത് അത് ആലോചിച്ച് തന്നെ ഇരിക്കാറുണ്ട്. മറ്റു ചിലര് അങ്ങനെ ഒരു ആലോചന വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ചിലർക്കെന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് പറ്റാറുണ്ട്. പക്ഷെ മറ്റു ചിലർക്കെന്ന് പറയുന്നത് ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ വരിക. നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടായിരിക്കില്ല, പക്ഷെ എങ്ങനെയോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒക്കെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ കഴിഞ്ഞൊരു ദിവസമായിട്ട് ഈ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്റെ മോന്റെ ഫീഡിങ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഫീഡിങ് നിർത്തിയത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അവന്റെ ഫീഡിങ് നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആ നിർത്തി എനിക്ക് ആദ്യത്തെ പീരീഡ്സ് വന്നു. പീരീഡ്സ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോവാണ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പോകുന്നു. അപ്പൊ എനിക്ക് തിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഹോർമോൺ ചേഞ്ച് ഇത്രയും ദിവസം വരെ ഉണ്ടാകുമോ വരെ ഞാൻ ആലോചിച്ചു പോവാണ്. കാരണം നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മുടെ പിടുത്തം നമുക്ക് വിട്ടു പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ പലർക്കും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ടും ടയർഡായി പോവുക, നമ്മൾ ഭയങ്കരമായിട്ട് കരയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. ഇപ്പോൾ സ്റ്റഡീസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നമുക്ക് ഒന്ന് തിങ്ക് ചെയ്ത് ഫുള്ളായിട്ട് അതിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റാതെ വരിക. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. ഞാൻ എന്ത് കാര്യമാണ് ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചു പോകും ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുക. ഈ ഒരു മെമ്മറി ലോസിന്റെ കാര്യവും നമുക്ക് ഉണ്ടാകും. കാരണം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്താണ് എടുക്കാൻ വന്നേ, അങ്ങനെയുള്ള ഒരു രീതിക്ക് നമുക്കൊരു ബ്രെയിൻ ഫോഗ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായി വരിക. പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നതിന്റെയും ഹോർമോൺസിന്റെ ഒക്കെ എക്സസ് പ്രൊഡക്ഷൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും ഒക്കെ അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ബ്രെയിൻ ഫോഗ് പോലുള്ള ബുദ്ധിമുട്ട്, മെമ്മറി ലോസ് പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതും നമുക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് ആണ്. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, സാഡ് ആണെങ്കിൽ സാഡ്, ഇത് രണ്ടും നമുക്ക് മിക്സ്ചർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക്
ഒരു വിഷയമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഒരുപാട് നമുക്കിങ്ങനെ ഹോർമോൺ ചേഞ്ച് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഹോർമോണിന്റെ ഒരു ഏറ്റക്കുറിച്ചിൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായിപ്പോ, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കായിപ്പോ. നമ്മളിപ്പോ ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീമിലോട്ട് പോയി നിൽക്കണം. അല്ലെങ്കിൽ എന്ത് സന്തോഷം വരുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ഭയങ്കരമായിട്ട് ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്കും അതിന്റെ ഒരു ഏറ്റവും താഴത്തെ സ്റ്റേജിലോട്ട് പോവുക, നമ്മളത് ആലോചിച്ച് വിഷമിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കരയുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയുമാണ് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആണ്. പ്രഗ്നന്റ് ആകുമ്പോൾ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഹോർമോൺ ഒരുപോലെ തന്നെ ഇൻക്രീസ് ആകും. ഇത് രണ്ടും നമ്മുടെ ഇമോഷൻസിനെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ്. ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരുമിച്ച് അങ്ങോട്ട് ഒരുപാട് ഇൻക്രീസ് ആയിട്ട് വരുമ്പോഴേക്കും ഇപ്പൊ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്കും അതുപോലെ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻ എടുക്കുന്നവർക്കും ഒക്കെ അറിയാം, അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാറുണ്ട്. ചിലർക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ആ ഒരു ഹോർമോൺ മെഡിസിൻ എടുക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. സെയിം അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ അതിനേക്കാളും ഇരട്ടിയായിട്ട് ഹോർമോൺസ് ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങും. ആ ഹോർമോൺ ചേഞ്ച് ആണ് ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ബ്രെയിനിലോട്ട് വർദ്ധിക്കുന്നത്, ബ്രെയിൻ ഫോഗ് നമ്മളിൽ ഉണ്ടാവുന്നത്, ഇതെല്ലാമാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ലക്ഷണങ്ങളൊക്കെ എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു നമുക്ക് നോക്കാം. ശരിക്കും ആർട്ടിക്കിൾസിലും അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു 4th വീക്ക് മുതൽ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പ്രഗ്നൻസിയുടെ 4th വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് ആ ഒരു ടൈം മുതൽ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഒരു ഫെർട്ടിലൈസേഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഹോർമോൺസിന്റെ ഒരു ഹൈക്കാണ്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG ഇങ്ങനെ എല്ലാ ഹോർമോൺസും ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങും. ഈ ഒരു ഹൈക്ക് ശരീരത്തിലോട്ട് ഉണ്ടായി വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ മുൻപോട്ടേക്ക് പോകുമ്പോഴേക്കും ഇപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻലോസ് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക, ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. പീരിയഡ്സ് ആവുന്നതിന് മുൻപൊക്കെ പലരും ഈ PMSലൂടെ ഈ ഒരു ലക്ഷണങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഴയ ആളുകളായതുകൊണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാതെ വരുമ്പോഴോ നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അതിനേക്കാളും കൂടുതൽ ദേഷ്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എനിക്ക് എന്താ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, ചിലർക്ക് പ്രഗ്നൻസി ആകുമ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന കാര്യമാണത്. പീരിയഡ്സ് ആവുന്നതിന് മുൻപ് എനിക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് പീരിയഡ്സ് ആവാറായി, ഞാൻ ചിലപ്പോൾ ഏണി പിടിക്കോട്ടാന്ന് ഞാൻ പറയും. അപ്പൊ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നേച്ചർ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് എനിക്ക് ഉണ്ടാകുന്ന കാര്യമാണ്, അതിനെ ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു വിചാരവും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് പ്രഗ്നന്റ് ആകുന്ന പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 6 ലക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പ്രഗ്നൻസി ആവുന്നതിന്റെ ലക്ഷണമായിരിക്കും കേട്ടോ. ഇനി തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കണ്ടിട്ടില്ല എങ്കിലും എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോ പലരും ഇത് ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തുടക്കത്തിലേ ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കില്ലേ എന്നൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക
കൊടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ January 16, February 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.